Hello friends, welcome back to our channel. So strategic management in the last study note ആണ് നമ്മൾ പഠിക്കുന്നത് same intermediate group 2ൽ. അപ്പോൾ നമുക്ക് ഇന്ന് അതിന്റെ continuation നോക്കാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യമേ അറിയേണ്ടത് എന്താണ് മാർക്കറ്റ്, എന്താണ് മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ അറിയണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ നിങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് എന്താണ് മാർക്കറ്റ് എന്നുള്ളത്. മാർക്കറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മണി ഓർ മണീസ് വർത്ത്. എന്ന് വെച്ചാൽ എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അവിടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഗുഡ്സോ സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തിനു പകരം മണി അല്ലെങ്കിൽ മണിക്ക് വർത്തായിട്ടുള്ളൊരു കാര്യത്തിന്. നമ്മൾ സാധാരണ ഒരു മാർക്കറ്റ്, നമ്മുടെ അടുത്തുള്ളൊരു മാർക്കറ്റ് നമ്മൾ വിളിക്കുന്ന അല്ലേ, ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും, നമുക്ക് പൈസ കൊടുത്തത് വാങ്ങിക്കാം. അതുപോലെ തന്നെ കോമൺലി ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ സംഭവം അത്രേ തന്നെ ഉള്ളൂ. തിയറിറ്റിക്കൽ മാനറിൽ പറയുമ്പോൾ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ചിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അവിടെ നമുക്ക് മണി ഓർ മണി വർത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗുഡ്സ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then what is marketing? Marketing എന്ന് പറഞ്ഞാൽ എന്താണ്? Marketing is the performance of business activities that direct the flow of goods and services from producer to consumer or user. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുവാണ്. ആ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഗുഡ്സിനെയും സർവീസസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, എനിക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ ഒരു ഗുഡ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നടത്തുന്ന ചില ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗുഡ്സ് എൻഡ് കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുക, മാർക്കറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, മാർക്കറ്റിങ്ങിനെ നമുക്ക് മാക്രോ സെൻസിലും അതുപോലെ തന്നെ മൈക്രോ സെൻസിലും നമുക്ക് പറയാനായിട്ട് പറ്റും. മാക്രോ സെൻസിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ ദ എക്കണോമി ആസ് എ വോൾ, മുഴുവൻ എക്കണോമിക്കും വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ മാക്രോ സെൻസ് എന്നും, ഒരു പർട്ടിക്കുലർ ഫേമിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേമിന് മാത്രം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് എങ്കിൽ അതിനെ നമ്മൾ മൈക്രോ സെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ റോൾ എന്നത് നോക്കാം. ഓക്കെ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് പൊട്ടൻഷ്യൽ ഡിമാൻഡ് ആൻഡ് ദാസ് എൻലാർജസ് മാർക്കറ്റ് സൈസ്. അതായത് മാർക്കറ്റിങ്ങിൽ നമുക്ക് ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ സൈസ് നമുക്ക് വലുതാക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്കവറി ഓഫ് എൻട്രപ്രന്യൂറൽ ടാലൻറ്റ്. അതായത് പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആ ടാലൻസിനെ എല്ലാം നമുക്ക് ഡിസ്കവർ ചെയ്യാനും പറ്റും. സസ്റ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. നിലവിൽ ഇപ്പോൾ ഉള്ള എംപ്ലോയ്മെൻറ്റ് നിലനിർത്താനും കൂടുതൽ ആൾക്കാരിലേക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും മാർക്കറ്റിങ്ങിലൂടെ പറ്റും. ലൈക്ക് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരു കമ്പനി എന്തിനാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അവരുടെ ഡിമാൻഡ് കൂട്ടി അവർക്ക് കൂടുതൽ ആൾക്ക് സെയിൽ ചെയ്യാൻ. ഇതൊരൊറ്റ പോയിന്റ് തീരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 എക്സ്ട്രാ പോയിന്റ്സ് കൂടെ പറയുകയാണ് എൻട്രപ്രന്യൂറൽ ടാലൻസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു കമ്പനി ആണെങ്കിലും പല ഫീൽഡ് ഉണ്ടാവും, സെയിൽസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ്. ലൈക്ക് അതിൽ സെയിൽസിലും മാർക്കറ്റിങ്ങിലും ആയിരിക്കും എപ്പോഴും എല്ലാ കമ്പനീസും ആൾക്കാരെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ വല്ലപ്പോഴുമാണ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ. ഇത് കണ്ടിന്യൂസ്ലി അവർ ഹയർ ചെയ്യും. അപ്പോൾ അവിടെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്കും ടാർഗറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ അവരുടെ ആ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാൻ പറ്റുന്നു. അതൊക്കെ തന്നെ. അടുത്തത് നമുക്ക് 8 ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റിംഗ് ഫങ്ഷൻസ് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസിന് 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണുള്ളത്. 1 ബൈയിങ്, 2 സെല്ലിംഗ്, 3 സ്റ്റോറേജ്, 4 ട്രാൻസ്പോർട്ട്, 5 ഫിനാൻസിങ്, 6 സ്റ്റാൻഡേർഡൈസേഷൻ, 7 ഗ്രേഡിംഗ്, 8 റിസ്ക് ടേക്കിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫങ്ഷൻസ്. അത് ഓർത്തു വെച്ചോണം. ഓക്കെ, അതായത് ബൈയിങ് ഇതൊരു എന്താ പറയുക, ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ ഓർത്തു വെച്ച് പഠിക്കണം. നമ്മൾ മാർക്കറ്റിംഗ് നടത്തുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും,
ഒരു സാധനം വാങ്ങും. ബൈയിങ് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. ഇനി ഈ പ്രൊഡക്ട്സ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് വെയർ ഹൗസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ട വരും? ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട വരും. ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ അതിന് ഫിനാൻസിങ് ഉണ്ട്. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊടുക്കണം അല്ലേ? ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം നമ്മളെല്ലാം ചെയ്യേണ്ടത്. പിന്നെ അതിനനുസരിച്ച് അതിനെ ഗ്രേഡ് ചെയ്യണം. പിന്നെ ഇതെല്ലാത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റിംഗ് പ്ലാൻസിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്. മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിത്തിൻ വിച്ച് ദ എൻ്റർപ്രൈസ് ഓപ്പറേറ്റ്സ്. അതായത് ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എൻവിറോൺമെൻറ്റ് ഉണ്ടാവുമല്ലോ, അതെന്ന് പറഞ്ഞാൽ കുറേ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ സമ്മാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ എക്സ്റ്റേണൽ ഫോഴ്സസ് വിച്ച് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ച്. അതായത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോവിഡിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് ക്രൂഷ്യലായിട്ട് നിന്നിരുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർക്ക് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാനും പറ്റി. വിച്ച് മീൻസ് ഇപ്പം നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ കടകൾ, കുഞ്ഞിക്കടകൾ, അല്ലെങ്കിൽ ഈ സ്കൂളുകളുടെയൊക്കെ അടുത്ത് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കുഞ്ഞിക്കടകൾ, അങ്ങനെയുള്ള പലരുടെയും എന്താ പറയുക ബിസിനസ്സൊക്കെ മൊത്തം പോയി. പക്ഷേ മാസ്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, സാനിറ്റൈസേഴ്സ് അങ്ങനെയുള്ളതിന് സ്കോപ്പ് കൂടി. അപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് വളരെ റാപ്പിഡായിട്ട് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ആണ്, അൺകൺട്രോളബിൾ ആണ്. അതിനെയാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിനി എന്ത് നോക്കാം? മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാം. ക്രിയേറ്റിംഗ് അവയർനെസ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ക്രൂഷ്യൽ റോൾ ഓഫ് കൺസ്യൂമർ. അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരിക്കലും സ്നേഹിക്കേണ്ടത് അവരുടെ പ്രൊഡക്റ്റിനെ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പനികളെല്ലാവരും അവരുടെ പ്രൊഡക്റ്റിനെയാണ് സ്നേഹിക്കുന്നത്. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഇത്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഓരോ കമ്പനിയുടെ ഒരു എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവരവരുടെ കൺസ്യൂമേഴ്സിനെയാണ് സ്നേഹിക്കേണ്ടത്. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും കൺസ്യൂമേഴ്സ് എത്ര വിലപ്പെട്ടതാണ്. അതായത് കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കമ്പനി ഇല്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. 2, അവെയർ കസ്റ്റമേഴ്സ് ദാറ്റ് ഓൺലി കോർപ്പറേറ്റ് എഫേർട്സ് ക്യാൻ ഫുൾഫിൽ ദെയർ നീഡ്സ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ അറിയിക്കുകയാണ്. അതായത് നിങ്ങളുടെ എന്താവശ്യം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കമ്പനീസ് വേണം അല്ലേ? നമുക്ക് സ്വന്തമായിട്ടൊരു കുട ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഷൂ തന്നെ ചെയ്തെടുക്കാനോ ഒന്നും നമുക്കറിയില്ല. സോ നമുക്ക് നമ്മുടെ കയ്യിൽ മണി ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കമ്പനികളുടെ പ്രൊഡക്ട്സാണ് വാങ്ങുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കണം അതായത് കമ്പനീസ് എത്ര വാല്യുബിൾ ആണെന്നുള്ള കാര്യം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അവയർനെസ് ട്രാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇംപ്ലിക്കേഷൻസ്. അതായത് ചില സമയത്ത് ഒരു കമ്പനിക്ക് ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസിഷനും ഒരിക്കലും ആ വോൾ കമ്പനിയുടെ ഇൻട്രസ്റ്റിന് എഗ്നസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരു ഇക്വലിബ്രിയത്തിൽ പോകണം. പിന്നെ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സഹായിക്കാറുണ്ട്. ഓക്കെ, ഓരോരോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനൊക്കെ മാർക്കറ്റിംഗ് സഹായിക്കാറുണ്ട്. പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, അതിനെക്കുറിച്ച് നോക്കാറുണ്ട്. മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്ന് നോക്കാറുണ്ട്. കമ്പനിയുടെ എഫേർട്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം ഒന്ന് പ്രിപ്പയർഡ് ആക്കി വയ്ക്കാൻ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നുള്ളത് നോക്കാം. It's a written document that specifies in detail the firm's marketing objectives and how marketing management will use marketing tools. അതായത് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു റിട്ടൺ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കും എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നും എങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈ പറയുന്ന നമ്മൾ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസിനെ യൂസ് ചെയ്യും. പക്ഷേ മാർക്കറ്റിങ്ങിനുള്ളൊരു പ്ലാൻ അത്രേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ സിമ്പിളായിട്ട് ഫൈൻഡിങ് അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡെവലപ്പിംഗ് പ്രോഫിറ്റബിൾ വേസ് ടു ക്യാപ്ചർ ദ മാർക്കറ്റ്. അതായത് ഏതൊരു കമ്പനിക്കും മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം ജനറേറ്റ് ചെയ്തെടുക്കുക, അതിനെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഇതൊക്കെ അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ടാർഗറ്റ് മാർക്കറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ റിലേറ്റഡ് മാർക്കറ്റ് മിക്സും ഉണ്ടാവും. അതായത് ദ ജോബ് ഓഫ് പ്ലാനിങ് സ്ട്രാറ്റജീസ് ടു ഗൈഡ് എ വോൾ കമ്പനി ഈസ് കോൾഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതായത് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുക, അത് വെച്ചിട്ട് വോൾ കമ്പനീനെയും ഗൈഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്നുള്ളത് പഠിക്കാം. മാർക്കറ്റിംഗ് കോൺസെപ്റ്റും സെല്ലിംഗ് കോൺസെപ്റ്റും. എന്താണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്? ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഇതിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിലാണ്, നമുക്ക് നോക്കാം. The key to achieve organizational goals consists in determining the needs and wants of target markets and delivering the desired satisfaction more effectively than competitors. അത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഗോളിൽ എന്തുണ്ടാവും? തീർച്ചയായിട്ടും നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ, ഏത് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടാണോ നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ മാർക്കറ്റിലുള്ളവരുടെ നീഡ്സും വാൺസും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ കുറേ ഘടകങ്ങളുണ്ട്. നീഡ്സിനെ മീറ്റ് ചെയ്യണം, അവരുടെ നീഡ്സും വാൺസും എല്ലാം കണ്ടുപിടിച്ച് അത് ഫുൾഫിൽ ചെയ്യണം. ലവ് ദ കസ്റ്റമേഴ്സ് നോട്ട് ദ പ്രോഡക്റ്റ്. കസ്റ്റമേഴ്സിനെയാണ് സ്നേഹിക്കേണ്ടത്, പ്രൊഡക്റ്റിനെ അല്ല. ഇത് ഏത് കോൺസെപ്റ്റാണ്? മാർക്കറ്റിംഗ് കോൺസെപ്റ്റാണ് കേട്ടോ. ദെൻ ഹാവ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു, അതേപടി ചെയ്തേക്കാം, അങ്ങനെയല്ല, എല്ലാം നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ വേണം ചെയ്യാൻ. കസ്റ്റമർ ഈസ് ദ അൾട്ടിമേറ്റ് ബോസ്. അപ്പോൾ കസ്റ്റമറിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയാം. അതേസമയം എന്താണ് സെല്ലിംഗ് കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എങ്ങനെയും സെയിൽസ് ഉണ്ടാക്കണം, എങ്ങനെയും കുറേ പ്രൊഡക്റ്റ് വിൽക്കണം, പ്രോഫിറ്റ് കിട്ടണം, അതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള, അല്ലെങ്കിൽ എക്സാമിനും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് എന്താണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റും സെല്ലിംഗ് കോൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് പെർസ്പെക്റ്റീവ് ആണ്. പുറത്താണ് അവരുടെ ടാർഗറ്റ് മാർക്കറ്റും കാര്യങ്ങളും എല്ലാം, അവിടെ നിന്നാണ് ഇൻസൈഡിലേക്ക് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് ഇൻസൈഡ് പെർസ്പെക്റ്റീവ് ആണ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് എടുത്ത് പുറത്ത് വിൽക്കുന്നു, സെയിൽസ് മാത്രമാണ്. അതുകൊണ്ട് ഇൻസൈഡ് ഔട്ട്സൈഡ് ആണ് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ നിന്നാണ്. സെയിൽസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ദ ഫാക്ടറി. ഇൻസൈഡ് ഔട്ട്സൈഡ് ആണ് സെയിൽസ്. ഇൻസൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഔട്ട്സൈഡിൽ വിൽക്കുന്നു. അപ്പോൾ ഫാക്ടറിയാണ് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിൽസിൻ്റെ. പിന്നെ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് എവിടെയാണ്? കസ്റ്റമറുടെ നീഡ്സിലാണ്. അതേസമയം സെയിൽസിൽ എങ്ങനെയാണ്? എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ, എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ്, ഇതെല്ലാമാണ് സെയിൽസിലുള്ളത്. പിന്നെ മാർക്കറ്റിങ്ങിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം. സെല്ലിങ്ങിൽ എങ്ങനെയാണ്? കുറേയൊക്കെ കുറേ പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ കുറേ സെയിൽ ചെയ്യണം, അങ്ങനെ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കണം. നമ്മുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അങ്ങനെയല്ല, കുറച്ച് സെയിൽ ചെയ്താൽ കൂടി കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കി, അപ്പോൾ ആ കസ്റ്റമേഴ്സ് പിന്നെയും വാങ്ങും, അങ്ങനെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും അതുപോലെ തന്നെ സെല്ലിംഗ് കോൺസെപ്റ്റും. അടുത്തതായിട്ട് നമുക്ക് എന്താണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പഠിക്കണം. ഓക്കെ, സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാംസിനൊക്കെ വരാറുണ്ട്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോൾസ് ഫോർ കസ്റ്റമർ ഓറിയൻറ്റേഷൻ ബാക്ക്ഡ് ബൈ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, എയിം അറ്റ് ജനറേറ്റിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലോങ് റൺ കസ്റ്റമർ വെൽഫെയർ ഫോർ ലോങ് റൺ പ്രോഫിറ്റ് വോളിയം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് ഒരു നോട്ട് മേടിക്കണം. ആ നോട്ടിനകത്ത് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മൾ ടെക്സ്റ്റിലുള്ള അതേ പോയിൻറ്റ്സ് ഫുള്ള് വായിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് നമുക്ക് സ്പീഡ് സെറ്റിങ്സ് ഇടാമല്ലോ. അപ്പോൾ വീഡിയോയിൽ സ്പീഡ് സെറ്റിങ്സ് 1-2 കുറച്ചിട്ടിട്ട് പയ്യെ ആ നോട്ട്സ് എഴുതണം. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങളും പഠിക്കും, നമുക്ക് പെട്ടെന്ന് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. കോൾസ് ഫോർ കസ്റ്റമർ ഓറിയൻറ്റേഷൻ, അതായത് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്, ഒരിക്കലും പ്രോഫിറ്റ് ഓറിയൻറ്റഡോ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡോ ഒന്നുമല്ല. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്.
ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. എത്രയോ നാൾ നമുക്ക് കൂടുതൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യും തോറും, കൂടുതൽ കസ്റ്റമറിൻ്റെ വെൽഫെയർ കിട്ടും തോറും എന്താ സംഭവിക്കുന്നത്, പ്രോഫിറ്റും കൂടും. കോൾസ് ഫോർ കസ്റ്റമർ ഓറിയൻറ്റേഷൻ ബാക്ക്ഡ് ബൈ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എയിം അറ്റ് ജനറേറ്റിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലോങ് റൺ കസ്റ്റമർ വെൽഫെയർ ഫോർ ലോങ് റൺ പ്രോഫിറ്റ് വോളിയം. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് എ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി വിട്ട് കളയുന്ന ഭാഗത്ത് നിന്നാണ് കേട്ടോ കൂടുതൽ ചോദിക്കാറിപ്പോൾ. ബൈ അപ്ലൈയിങ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ടു പ്രൊഡക്റ്റ് ഡിസൈൻ, the company might hope to make more attractive products, hence to achieve sustained sales growth and so make huge profits. അതായത് നമ്മൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിൽ തന്നെ ഉൾപ്പെടുത്തണം. അതായത് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. OML നമുക്കിത് പഠിക്കാനുണ്ട്. ഏത് തരം പ്രൊഡക്റ്റാണ് കസ്റ്റമറിന് വേണ്ടത്, നിലവിൽ ഏത് തരം പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ ഹൈ പ്രോഫിറ്റിൽ സോൾഡ് ഔട്ട് ആയി പോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇതൊന്നും നോക്കാതെ നമുക്ക് തോന്നിയ രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതാരും വാങ്ങില്ല. അതാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് ടു സം ഫോംസ് ഓഫ് ബിൽഡിംഗ് അപ്പ് എ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. എന്ത് സംഭവിച്ച ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. ബാങ്കൊക്കെ നമ്മൾ സാധാരണ ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്ത ഒരു ദൂര സ്ഥലത്തുള്ള ഒരു സാധാരണ ഒരു കടയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വലിയ സ്നേഹത്തോടെ ഒന്നും പെരുമാറണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയില്ലേ ചില കടകളിൽ കയറിയിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷേ ഒരു ബാങ്കിൽ നമുക്ക് നല്ലൊരു ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഭയങ്കരമായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചില ഫേംസിന് ചില കമ്പനികൾക്കെല്ലാം ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ബാങ്കിലാണെങ്കിൽ അത് ഇന്നും നാളെയും കൊണ്ടും തീരുന്നതല്ല. നമ്മുടെ സാലറി അക്കൗണ്ടൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവർക്കത് ലോങ് ടേം ബെനിഫിറ്റാണ്. അപ്പം നമ്മളെ അവർ കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇതിനകത്ത് എഴുതാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഡെവലപ്പ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ഇംപ്ലിസിറ്റ് ഇൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. പിന്നെ ഇത് എവിടെയും നമുക്കിങ്ങനെ ഒരു എഗ്രിമെൻറ്റ് പോലെ എഴുതി മേടിക്കില്ല. അതായത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ വേണം അങ്ങനെയൊന്നുമില്ല. അത് ഇംപ്ലിസിറ്റ് ആണ്. ലൈക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. പിന്നെ വിത്ത് ദ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആൻഡ് സെല്ലിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു കാര്യമല്ല. പ്രൊഡക്റ്റ് കോൺസെപ്റ്റിനെയും സെല്ലിംഗ് കോൺസെപ്റ്റിനെയും ഒക്കെ പോലെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ. ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് എ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. ടു കോൺസെൻട്രേറ്റ് ലിമിറ്റഡ് റിസോഴ്സസ് ഓൺ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻക്രീസ് സെയിൽസ് ആൻഡ് അച്ചീവ് സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് മാർക്കറ്റിങ്ങിൽ അവർ ഏത് കമ്പനി നടത്തുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉള്ളതെങ്കിൽ അത് എവിടെയാണ് ഏറ്റവും ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ സെയിൽസ് കൂട്ടി നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയാം. അതായത് മെയിൻ ഗോൾ എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. മാർക്കറ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ്റെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മാർക്കറ്റിനെ ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് പോസ്റ്റർ എന്താണ്, ഡോമിനൻ്റ് ആണോ, സ്ട്രോങ് ആണോ, വീക്ക് ആണോ, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മാർക്കറ്റിനെയൊക്കെ സെലക്ട് ചെയ്യാൻ. സോ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കോമ്പറ്റേറ്റീവ് പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ കോമ്പറ്റേറ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് അഗ്രസീവ് ഉണ്ടാവാം, ഡിഫെൻസീവ് ഉണ്ടാവാം. അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യുന്നവരായിരിക്കും. ചിലരെന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് കുറവായിരിക്കും, പക്ഷെ അവരെല്ലാം മാനേജ് ചെയ്യും. ഇപ്പം നമ്മുടെ ക്രിക്കറ്റിലാണെങ്കിൽ വിരാട് കോഹ്ലിയും MS ധോണിയും രണ്ടുപേരെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് അഗ്രസീവ് പ്ലെയറാണ്, എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന പ്ലെയറാണ്. പക്ഷേ MS ധോണി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ദേഷ്യപ്പെട്ട് അഗ്രസീവ് ആയിട്ടുള്ള ആളല്ല, പക്ഷെ എല്ലാം മാനേജ് ചെയ്യുന്ന ആളാണ്. സോ ഇത് തന്നെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുന്നതാണ് അഗ്രസീവ്, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന, റിയാക്ഷനിലൂടെ അല്ല, അതായത് ഒന്ന് ശാന്തമായിട്ട് നിന്ന് എല്ലാം മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫെൻസീവ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് കോമ്പറ്റേറ്റീവ് സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. 4 ടൈപ്സാണ് കോമ്പറ്റേറ്റീവ് സെറ്റിങ്സ് ഉള്ളത്. ഒന്ന് നോ ഡയറക്റ്റ് കോമ്പറ്റീഷൻ, 2 പ്യുവർ കോമ്പറ്റീഷൻ, 3 മൊണോപോളിസ്റ്റിക്, 2 ഒലിഗോപോളിസ്റ്റിക്. ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാനില്ല. ജസ്റ്റ് ഞാൻ 1 ലൈൻ വെച്ചിട്ട് എല്ലാം ഒന്ന് പറഞ്ഞു പോയെന്നാലും നോ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ കിടപ്പുണ്ട്, വലിയ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഒന്നുമില്ല. അടുത്തത് പ്യുവർ കോമ്പറ്റീഷൻ. പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെ പല സെല്ലേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും. അതായത് കുറേ സെല്ലേഴ്സ് ഒരേ ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെ സെയിൽ ചെയ്യുമ്പോൾ അവിടെ പക്ക പ്യുവർ കോമ്പറ്റീഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ. ദെൻ മൊണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു കമ്പനി റൂൾ ചെയ്യുന്ന ടൈപ്പ്. ഒലിഗോപോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയായിരിക്കും സെയിൽ ചെയ്യുന്നത്, പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലും നമുക്ക് അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സിമിലർ പ്രൊഡക്റ്റാണ്, സെയിം ടൈപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സിമിലർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് പകരം വേണമെങ്കിൽ മറ്റേ പ്രൊഡക്റ്റും യൂസ് ചെയ്യുക എന്നുള്ളത്. അടുത്ത നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഫോർമുലേറ്റിംഗ് ഓവറോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ്ഡ് ആസ് എ വർക്കിംഗ് പേപ്പർ ദാറ്റ് ഗൈഡ്സ് ദ സ്റ്റോർ ഓപ്പറേഷൻ ഫോർ നെക്സ്റ്റ് 1 to 2 years. അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീനെ നമുക്കൊരു വർക്കിംഗ് പേപ്പറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ സ്റ്റോർസ് ഓപ്പറേഷൻസ് എല്ലാം അടുത്ത 1-2 വർഷത്തേക്ക് ഗൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വർക്കിംഗ് പേപ്പറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫോർമുലേഷൻ ഓഫ് ഓവറോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെക്ഷൻസ്. അതായത് ഒരു ഓവറോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള അസംഷൻസ് ഉണ്ടാവും, സ്ട്രാറ്റജിക് ഗോൾസ് ഉണ്ടാവും, അച്ചീവിങ് ഗോൾസ്. ഈ 3 കാര്യങ്ങളാണ്. അതായത് നമുക്ക് ആദ്യമേ കുറേ അസംഷൻസ് വേണം, അതിനുശേഷം സ്ട്രാറ്റജിക് ഗോൾസ് ഉണ്ടാക്കണം, അതിനുശേഷം ആ ഗോൾസ് എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. അപ്പോൾ ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സർവേ ഒക്കെ നടത്തുമായിരിക്കും, ആ സർവേ റിസൾട്ട്സിൻ്റെ ഭാഗമായിട്ടും ഒക്കെയാണ്. സ്ട്രാറ്റജിക് ഗോൾസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഗോൾസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗോൾസിനെ അച്ചീവ് ചെയ്യുക. ജസ്റ്റ് അത് നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ലൈക്ക് ഫോർമുലേറ്റിംഗ് ഓവറോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അതൊരു വർക്കിംഗ് പേപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എഴുതേണ്ട പോയിന്റ്സ് ആണ്, അത് 3 ഘടകങ്ങളുണ്ട്: ബേസിക് അസംഷൻസ്, സ്ട്രാറ്റജിക് ഗോൾസ് ആൻഡ് അച്ചീവിംഗ് ഗോൾസ്. ഓക്കെ, ഇത് ഈ ഒരു വലിയ പാരഗ്രാഫിന് ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാണ്. അടുത്തെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ്. സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കോർപ്പറേറ്റ് ലെവല്, ബിസിനസ് ലെവല്, പ്രൊഡക്റ്റ് ലെവൽ, ഈ ഫങ്ഷണൽ ലെവല് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ ഒന്നുകൂടെ പറയുന്നില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച അതേ സാധനം തന്നെ. പിന്നെ എന്താണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ്? കോർപ്പറേറ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു മിഷൻ ഉണ്ടായിരിക്കണം, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകൾക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം, പിന്നെ പ്രസൻറ്റ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് പുതിയ വൺസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടെടുക്കണം. ഇതിനെക്കുറിച്ച് SDUസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മാർക്കറ്റിങ്ങിനെ കുറിച്ച്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാൻ പവർ സ്ട്രാറ്റജി ആയിട്ട് കാണാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാൻ പവർ സ്ട്രാറ്റജി. ഓക്കെ.